നിലവിൽ ഇപ്പോഴും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലുള്ള സസ്പെൻസ് തുടരുകയാണ്. യോഗം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ചേരാനിരിക്കുന്ന അന്തിമ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അല്പസമയത്തിനകം ചേരും. ഈ ഒരു ഘട്ടത്തിലാണ് നിലവിലെ ഹൈക്കമാൻഡ് തീരുമാനം അത് വി ഡി സതീശൻ അനുകൂലമായ തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. KC വേണുഗോപാലിനെയും മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ വീടിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വാഹനം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ഈ രാഹുൽ ഗാന്ധിയും ഖാർഗെയും പങ്കെടുക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിന്റെ ഭാഗമായി KC വേണുഗോപാൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും KCയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഒരു ഫോർമുലയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പായുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. നിലവിലെ ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് അത് വി ഡി സതീശന് അനുകൂലമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ക്യാമ്പുകൾക്ക് ചങ്കടിക്കുന്ന നിമിഷങ്ങളാണ്. ആ 3 ക്യാമ്പുകൾക്ക് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിൽ ഒന്നാകെ ചങ്കടിക്കുന്ന നിമിഷങ്ങളാണ്. അടുത്ത 5 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഖാർഗെ കൂടിക്കാഴ്ച അവിടെ നടക്കാൻ പോകുന്നു. അതിനു മുമ്പ് KC വേണുഗോപാലിനെ ഖാർഗെ വിളിച്ചു. അതെന്തിനാണ് എന്ന കാര്യം നമുക്കറിയില്ല. ഹൈക്കമാൻഡ് നീക്കം ഒരുപക്ഷെ KC അനുനയിപ്പിക്കാനാണോ അതോ ഇനി മുഖ്യമന്ത്രി KC ആണെങ്കിൽ ആ തീരുമാനം അറിയിക്കാനും ആകാം. നമുക്കറിയില്ല കാര്യം എന്താണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള കെട്ടുകഴിവുകൾ മാത്രമാണ്. ആത്യന്തികമായ തീരുമാനമുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഹൃദയത്തിനകത്ത് മാത്രമാണ്. രാഹുൽ ഗാന്ധി അത് ഖാർഗെയോട് പറയുമ്പോഴാണ് തീരുമാനം ഉണ്ടാവുക. ഇപ്പോഴും 3 ക്യാമ്പുകളും KC ആവട്ടെ VD ആവട്ടെ അതിനിടയിൽ കൂടെ RC ആവട്ടെ 3 ക്യാമ്പുകളും വലിയ പ്രതീക്ഷയിലാണ്. 3 പേരും അവർ തന്നെയാണ് കേരളത്തിന് അടുത്ത 5 വർഷം മുഖ്യമന്ത്രി എന്നുള്ള ഉറച്ച പ്രതീക്ഷ. എന്തായാലും 3 പേരെയും മുഖ്യമന്ത്രിയാൻ പറ്റില്ല. ഒറ്റയാൾ മാത്രമേ മുഖ്യമന്ത്രിയാൻ പറ്റുള്ളൂ. അത് ഏത് പേരിലേക്ക് സീറോയും ചെയ്യുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. മാരത്തൺ ചർച്ചകൾ ഇന്നിപ്പോൾ 10ാം നാൾ സായന്തനമാണ്, 10ാം നാൾ വൈകുന്നേരമാണ്. ഈ പറഞ്ഞ പോയ ഒരു 6-7 ദിവസമായി ചർച്ചയോട് ചർച്ചയായിരുന്നു. അങ്ങനെ പല വിധത്തിൽ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഒക്കെ സിമ്പതൈസേഴ്സ് ഒക്കെ ഉള്ളവരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഒരു പേര് അല്പസമയത്തിനകം ഹൈക്കമാൻഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നു. അത് RC ആണോ, അത് KC ആണോ, അതോ അത് VD സതീശനാണോ എന്ന ചോദ്യത്തിനാണ് അല്പസമയത്തിനകം മറുപടി വരേണ്ടത്. അല്പസമയത്തിനകം KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസം KC മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല. KC മാത്രമല്ല ഈ പറഞ്ഞ 3 പേരും VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തല ആകട്ടെ, KC വേണുഗോപാൽ ആവട്ടെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ